ഗിരീഷിൻ്റെ അടുത്ത പടം വരുന്നുണ്ട്, നിവിൻ ചേട്ടനാണ്, മമിത നിവിൻ ചേട്ടൻ. അതിൻ്റെ ടൈറ്റിൽ അനൗൺസ് ചെയ്തു. ഇവരെല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ഒരു ഫോട്ടോയൊക്കെ ഇട്ടു. അപ്പോഴൊന്നും എന്നെ വിളിച്ചിട്ടില്ല. ഗിരീഷ് വിളിച്ചിട്ടാ ഒരു ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നായി നിൽക്കും, പുറകിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചാൽ ഞാൻ പോയി അഭിനയിക്കും. പ്രേമം റിലീസായതും ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് രാഹുലും കൂടെ പോയി അവിടെ പോയി തിയേറ്ററിൽ കണ്ട്. അതുവരെ കാണാത്തൊരു നിൻ പോളിയാണ് അപ്പോൾ കാണുന്നത്. അപ്പം മുണ്ടെടുത്തിട്ട് ഇങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മൾ ലാലേട്ടനിൽ കണ്ടിട്ട് നമ്മൾ രോമാഞ്ചിഫിക്കേഷൻ വന്നിട്ടുള്ള സാധനമാണ്. ഫാൻ ബോയ് പരിപാടി ഉണ്ട്. കാരണം പുള്ളിയുടെ ചിരിയൊക്കെ ഭയങ്കര ഈ ലൈറ്റ് ഹൗസ് പോലെ ലാലേട്ടൻ്റെ കേസ് പറയുന്ന പോലെ ഭയങ്കര ഭംഗിയാണ് പുള്ളിച്ചിരിക്കുന്നത്. മ്യൂള് കുറച്ചൊരു എനിക്കൊരു ധൈര്യം കിട്ടി. ഞാനങ്ങനെ ഒരു പാട്ട് പഠിച്ച ആളൊന്നുമില്ല. എന്നിട്ട് എൻ്റെ പാട്ട് കേട്ട ആൾക്കാർ വന്നിട്ട് കൊള്ളാമെന്ന് പറയുമ്പോൾ എന്നാൽ കൊള്ളാമല്ലോ എന്നുള്ളൊരു ഐഡിയ കിട്ടി. ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ ഫ്രണ്ട്സിനെ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളായിരുന്നു. പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന അത്ര ഇമ്പോർട്ടൻസ് നമുക്ക് തരുന്നില്ല എന്ന് തോന്നി തുടങ്ങി. കുറേ കാലം മുമ്പ് ഞാൻ ഭയങ്കര പീപ്പിൾസ് പേഴ്സൺ ആയിരുന്നു. പീപ്പിൾ പ്ലീസിങ് ആയിരുന്നു എൻ്റെ മെയിൻ. ബാക്കിയുള്ളവർ അവനെ ഹാപ്പിയാക്കുക, ഇവരെ ഹാപ്പിയാക്കുക എന്നുള്ളൊരു പരിപാടി. പിന്നെ മനസ്സിലായി എന്തിനാണ്. ബാക്കി വളരെ വിരലുണ്ടാവുന്ന ഫ്രണ്ട്സേ ഉള്ളൂ. പക്ഷെ അത് ഭയങ്കര സമാധാനമാണ്. ശ്യാമേ അങ്ങനെ തന്നെ പറഞ്ഞു തുടങ്ങണം. ഭയങ്കര സന്തോഷത്തിലാണെന്നറിയാം. ബദ്ലഹേം കുടുംബ യൂണിറ്റ് പ്രേക്ഷകരെല്ലാം ഏറ്റെടുത്ത് കഴിഞ്ഞു. കുടുംബ പ്രേക്ഷകർ പ്രത്യേകിച്ചും ഏറ്റെടുത്ത് കഴിഞ്ഞു. ഹരി ചാക്യാരെ പ്രേക്ഷകരെ ഇഷ്ടപ്പെട്ട് വരുന്നു. ഇപ്പോഴത്തെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാ? ഇപ്പോഴത്തെ വിശേഷം ഇത് തന്നെയാണ്. എന്ന് വെച്ചാൽ ഈ ക്യാരക്ടറിന് കിട്ടുന്ന എപ്പോഴും നമ്മളൊരു ഞാൻ പ്രേമലുവിന് ശേഷം പോലെ ആ ഒരു ക്യാരക്ടറിൻ്റെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. JK എന്നാണ് ആൾക്കാർ ആദ്യമൊക്കെയായിട്ട് കൂടുതലും JK എന്ന് തന്നെയാണ് ആൾക്കാർ പിള്ളേരായാലും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഇത് കിട്ടുന്ന എന്താ പറഞ്ഞാൽ ആൾക്കാരുടെ അപ്രിസിയേഷൻ കിട്ടുന്ന ഒരു ക്യാരക്ടറായിട്ട് മാറി. പക്ഷേ കാരണം സെക്കൻഡ് ഹാഫിൽ വരുന്നൊരു ക്യാരക്ടറാണ്. എന്നാൽ പോലും ഞാൻ ഇത്രയും ഒരു അപ്രിസിയേഷൻ ഞാനും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഗിരീഷിൻ്റെ തോട്ട് ഭയങ്കര ഇതാണ്. പരിപാടി എങ്ങനെ വർക്കാവും, ആൾക്കാരിലോട്ട് എങ്ങനെ എത്തുമെന്ന് പുള്ളിക്ക് ഭയങ്കരമായിട്ട് അറിയാം. അപ്പം നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറം ഗിരീഷ് കണ്ടിട്ടാണ് നമ്മളെ ഈ ക്യാരക്ടർ ഏൽപ്പിച്ചത്. അപ്പം ഇപ്പോൾ അപ്രിസിയേഷൻ വരുമ്പോൾ ഞാനൊന്നും ഞെട്ടുന്നുണ്ട്. ഓക്കെ, ഇത്രയും പരിപാടികൾ ഉണ്ടായിരുന്നില്ലേ എന്നുള്ള രീതിയിൽ ഭയങ്കര ഹാപ്പിയാണ് ആക്ച്വലി. പ്രേമലു ചെയ്യുന്ന സമയത്ത് ഒരു ഗിരീഷേടി ചിത്രത്തിൽ അല്ലെങ്കിൽ ഒരു ഭാവന സ്റ്റുഡിയോസിന്റെ ചിത്രത്തിൽ അഭിനയിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. വീണ്ടും അതേ ടീമിന്റെ ഭാഗമായിട്ടാണ് ഈ ബദ്ലഹേം വരുന്നത്. എന്തായിരുന്നു ഫസ്റ്റ് മൈൻഡ് വന്നൊരു സംഭവം? കാരണം ആഗ്രഹിച്ചതിന്റെ അങ്ങേ ലെവലിലേക്കാണ് ഇപ്പം പൊക്കോണ്ടിരിക്കുന്നത്. അപ്പം എന്തായിരുന്നു ആ ഒരു സംഭവം? അത് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം പ്രേമലു ചെയ്തു കഴിഞ്ഞു, ഇത്രയും അപ്രിസിയേഷൻ കിട്ടി. പിന്നെ നമ്മുടെ മനസ്സിൽ ഗിരീഷിൻ്റെ അടുത്ത പടത്തിലൊക്കെ നമ്മളെ വിളിക്കുമായിരിക്കും എന്നുള്ളൊരു ആഗ്രഹം കിടക്കുന്നുണ്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ കേട്ടു ഗിരീഷിൻ്റെ അടുത്ത പടം വരുന്നുണ്ട്, നിവിൻ ചേട്ടനാണ്, മമിത നിവിൻ ചേട്ടൻ. അതിൻ്റെ ടൈറ്റിൽ അനൗൺസ് ചെയ്തു. ഇവരെല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ഒരു ഫോട്ടോയൊക്കെ ഇട്ടു. അപ്പോഴൊന്നും എന്നെ വിളിച്ചിട്ടില്ല. ഞാനിങ്ങനെ അതൊക്കെ ഷെയർ ചെയ്യുന്നു, ഹായ് ഗിരീഷ് ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സന്തോഷം സ്റ്റോറി ആയിട്ട് ഇടുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇല്ല നമുക്കൊരു പരിപാടിയൊന്നും ഉണ്ടാവില്ലായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് സർപ്രൈസിങ് ആയിട്ട് പുള്ളി ഒരു ദിവസം ഇങ്ങനെ വിളിച്ചിട്ടാ അങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാനത് പറയുകയും ചെയ്തു. പ്രേമലുവിൽ വിളിച്ചതിനെക്കാട്ടി എനിക്ക് സന്തോഷം പുള്ളി വീണ്ടും നമ്മളെ വിളിച്ചല്ലോ എന്നുള്ളതാണ്. കാരണം ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മളെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യും. നമുക്കറിയാത്ത നമ്മുടെ സൈഡ് നമ്മളെ കൊണ്ട് ഈ നാട്ടുകാർ ഈ ഓഡിയൻസിന് കാണിച്ചു കൊടുക്കും. അത് ഈ പടത്തിൽ അങ്ങനെ തന്നെയാണ് ചെയ്യിച്ചേക്കുന്നത്. അപ്പം ഒരുപാട് പേര് അത് പറയുന്നുണ്ട്, ഇങ്ങനൊരു പരിപാടി ചെയ്യാൻ പറ്റുന്ന ആളാണെന്ന് തോന്നിയിട്ടില്ല എന്നുള്ള രീതിയിൽ. എനിക്ക് JKക്കും ഹരി ചാക്യാർക്കും കോമൺ ആയിട്ട് കുറച്ച് ട്രേറ്റ്സ് ഉണ്ട് തോന്നിയിട്ടുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്പോയിലർ ആയിട്ട്, കാരണം രണ്ടും ഏതാണ്ട് ചില കാര്യങ്ങളിൽ ആ ട്രേറ്റ്സ് ഉണ്ട്. പക്ഷെ എങ്കിലും ശ്യാമിന് ഏറ്റവും കൂടുതൽ ചാക്യാറിലേക്ക് ആകർഷിച്ച ഫാക്ടർ എന്തായിരുന്നു? എന്നെ ആകർഷിച്ചു. പറ്റും ഞാനങ്ങനെ മറ്റേ സ്ക്രിപ്റ്റ് കേട്ട് സെലക്ട് ചെയ്ത് അങ്ങനെയൊന്നും അല്ല. ഗിരീഷ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഗിരീഷ് വിളിച്ചിട്ടാ ഒരു ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നായി നിൽക്കും, പുറകിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചാൽ ഞാൻ പോയി അഭിനയിക്കും. ഒറ്റ ഷോട്ടോ ഒറ്റ പാസിംഗ് പറഞ്ഞാൽ, കാരണം നമുക്ക് അത്രയും ഇഷ്ടമുള്ളൊരു ഡയറക്ടറും നമുക്കൊരു ലൈഫ് തന്നൊരു ഡയറക്ടറാണ്. അപ്പോൾ ഈ ക്യാരക്ടർ പറഞ്ഞപ്പോൾ തന്നെ പുള്ളി ആദ്യമേ പറഞ്ഞത് ഇങ്ങനെ ചെറിയ ചാക്യാർ കുത്തും പരിപാടികളൊക്കെ അത് പറഞ്ഞപ്പോഴും ഞാൻ ചിരിക്കാൻ തുടങ്ങി. പുള്ളി ഭയങ്കരമായിട്ട് ചിരിക്കും നമ്മളോട് സംസാരിക്കുമ്പോഴും. പുള്ളിയും ചിരിക്കാൻ തുടങ്ങി, ഞാനും ചിരിക്കാൻ തുടങ്ങി ഫോണിൽ കൂടെ സംസാരിച്ചത്. പിന്നെ കുറച്ച് പ്രത്യേകതകളൊക്കെ ഉള്ള പരിപാടിയാണ്, കുറച്ച് പ്രശ്നക്കാരനാണ് എന്നുള്ള രീതിയിൽ പുള്ളി ആദ്യം പറഞ്ഞ സമയത്ത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഓക്കെ, ചെറിയ പരിപാടിയാണെങ്കിലും ഓക്കെ. എന്നോട് അന്ന് അങ്ങനെ പറഞ്ഞത് ചെറിയ പരിപാടിയാണോ അങ്ങനത്തെ രീതിയിൽ. പിന്നെ അത് ചെയ്ത് പരിപാടി ഡെവലപ്പായി വന്ന സമയത്ത് ഫൈനൽ കോസ്റ്റ്യൂം ട്രയലിന് പോയ സമയത്താണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് എന്നുള്ള പറഞ്ഞത്. പുള്ളി സ്ക്രിപ്റ്റിൻ്റെ പോർഷൻസ് അയച്ചു എന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ നമുക്ക് എന്തോ പെർഫോം ചെയ്യാനുള്ള ഒരു സാധനം കൂടെ ഉണ്ട്. അപ്പം ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. കാരണം ആദ്യയിൽ നമ്മളൊരു മീറ്റർ പിടിച്ചിങ്ങനെ പോകുന്നത് ഇത് മാറിയിട്ട് ഇതിൽ ക്ലൈമാക്സിൽ വേറൊരു പരിപാടിയൊക്കെ പുള്ളി ചെയ്യാനുള്ളൊരു സ്പേസ് തന്നിട്ടുണ്ട്. ഈ വേറെ പരിപാടിയാണ്, സ്പോയിലർ പറയാതെ തന്നെ പറയാം, നല്ലൊരു ഉഗ്രരൂപമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകമായിട്ട് ട്രെയിനിങ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇതിനു വേണ്ടി ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ ഒരു പ്രേമലിന് ശേഷം ഒരു തെലുങ്ക് ഫിലിമാണ് കമ്മിറ്റ് ചെയ്തത്. ആ ഫിലിം ഷൂട്ട് കഴിഞ്ഞിട്ടില്ല. അതിലൊരു കുറച്ചൊരു മൊത്തത്തിൽ കുറേ ഉഗ്രരൂപങ്ങളൊക്കെ ഉള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ട്രെയിനിങ് പോയിട്ടുണ്ടായിരുന്നു. അജിത്ത് എന്ന് പറയുന്ന ഒരു സ്പേസ് ഓഫ് ആക്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊച്ചിയിലുള്ള അജിത്ത് മാഷ് ആക്ടിങ് ട്രെയിനറാണ് പുള്ളി. അപ്പോൾ അജിത്ത് മാഷ് അതിന് വേണ്ടിയിട്ട് തന്നെ കുറച്ച്
ട്രെയിനിങ് പരിപാടികൾ, അതിൽ എന്താ ചവിട്ട് നാടകം, കഥകളി, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ. അതിലൊരു പെർഫോമർ പരിപാടിയാണ് സ്റ്റേജിലും തെരുവ് നാടകമൊക്കെ. അപ്പം അതിൽ കുറേ സാധനങ്ങൾ പഠിച്ചത് ഇതിൽ ശരിക്കും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. കാരണം അത്രയും ഇളകി ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും ഇങ്ങനത്തെ ഈ പറയുന്ന സോക്കോൾഡ് ഉഗ്രരൂപമൊക്കെ കാണിക്കാനുള്ളൊരു ധൈര്യം കിട്ടിയത് മേ ബി ആ ഒരു പടത്തിൻ്റെ ഒരു ഇതായിരിക്കാം. അത് സ്വരൂപം എന്ന് പറയുന്ന തെലുഗു ഡയറക്ടറുടെ ഒരു ഫിലിമാണ്. അപ്പോൾ എനിക്ക് ഇൻഡയറക്ട്ലി അവർ ഇതുമായിട്ട് കണക്റ്റഡ് ആണെന്ന് തോന്നുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ കവിളുകൾ പോലും അഭിനയിക്കുന്ന സീൻ ഉണ്ടായിരുന്നു തിയേറ്ററിൽ, ഭയങ്കര ചിരി ഉണ്ടായിരുന്ന സീനൊക്കെ ആയിരുന്നു. ഇത് തിയേറ്ററിൽ ഇന്ന സീനുകൾ വർക്ക് ആവുന്ന അഭിനയിക്കുന്ന സമയത്തും തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഗിരീഷിൻ്റെയും കിരണിൻ്റെയും ചില ബിയേർഡ് സാധനങ്ങളുണ്ട്. നമ്മളിരുന്ന് സംസാരിക്കുമ്പോഴാണെങ്കിലും ഇരിക്കുമ്പോൾ തന്നെ അവർ രണ്ടുപേരും കഥകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ലോകത്തെങ്ങില്ലാത്ത കഥകൾ, ഭയങ്കര കോമഡി സാധനങ്ങളായിരിക്കും. അപ്പോൾ തന്നെ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. ഇപ്പം ഈ സീന് ഈ കവിള് വിറപ്പിക്കൽ കോസ്റ്റ്യൂം ട്രയലിന് പോകുമ്പോഴാണ് പുള്ളി അന്ന് ഫസ്റ്റ് എടാ കവിള് ഇങ്ങനെ വിറപ്പിക്കുന്ന പരിപാടി ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു എന്നോട്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ മറ്റതിൽ കുറച്ച് ചെയ്ത കാരണം ഞാനിങ്ങനെ പുള്ളിയെ കാണിച്ചു കൊടുത്തു. പുള്ളി ഭയങ്കര ഹാപ്പി. ഇത് മതി, ഇതാണ് പരിപാടി പറഞ്ഞിട്ട് പുള്ളി ഹാപ്പി. അപ്പം നമുക്കറിയാം ഈ സാധനം തിയേറ്ററിൽ ചിരി വീഴാൻ സാധ്യതയുള്ളൊരു പരിപാടിയാണെന്ന്. അതുപോലെ ആ ക്ലൈമാക്സിലെ സംഭവമാണെങ്കിലും പ്രതീക്ഷിക്കാത്തൊരു ഇതാണല്ലോ പെട്ടെന്ന് വരുന്നത്. അതെ അതെ, അതിലും അതേപോലെ തന്നെ തിയേറ്റർ പൂരപ്പറമ്പാക്കിയ സീൻ തന്നെയാണ്, നമുക്കത് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ എന്തായിരുന്നു തിയേറ്ററിലെ ഫസ്റ്റ് ഡേ കാണുമ്പോഴത്തെ റെസ്പോൺസ്? എങ്ങനെ അത് കണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്? ഭയങ്കര ഫസ്റ്റ് ഡേ കുറച്ചുകൂടെ എനിക്ക് നമ്മളെ ടെൻഷൻ ഇരിക്കുകയാണ്. എനിക്കൊരു പകുതി സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോൾ, കാരണം സിനിമ പോകുന്നൊരു മൂഡും എൻ്റെ ഒരു പരിപാടി തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ല. ഇയാൾ വേറൊരു ട്രാക്കാണല്ലോ. അപ്പം ഞാൻ നോക്കുമ്പോൾ എല്ലാവരും എൻജോയ് ചെയ്ത് ചിരിച്ച് സന്തോഷിച്ചിരിക്കുന്നു. അവിടെ മുഖത്തൊക്കെ ഒരു സന്തോഷം കാണാം. എല്ലാവരും പറയുന്നതാണ് സന്തോഷിച്ച് കണ്ടിറങ്ങി. അതിനിടയ്ക്കാണ് ഇയാൾ വരുന്നതും. അപ്പോൾ ആ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. ദൈവമേ, ഇതിനി ആൾക്കാർ കണ്ടിട്ട് ഇതെന്താണ് അവസാനം ആവശ്യമില്ലാത്തൊരു പരിപാടി എന്നുള്ള. പക്ഷെ ഫസ്റ്റ് ഡേ പിന്നെ പറയണ്ട, കൂടുതലും നമ്മുടെ ആൾക്കാരാണ്, നമ്മുടെ ക്രൂവും എൻ്റെ വൈഫൊക്കെയാണ് അടുത്തിരിക്കുന്നത്. വൈഫിൻ്റെ റിയാക്ഷൻ കണ്ടപ്പോൾ എനിക്ക് ഏറെക്കുറെ മനസ്സിലായി. കാരണം ഭയങ്കര ക്രിട്ടിക്കാണ്. കൃത്യമായിട്ട് പറഞ്ഞ് നമ്മളെ എന്താ പറയുക, തൊലി ഉരിച്ച് വിടും. മോശമാണെങ്കിൽ കറക്റ്റായിട്ട് അവൾ പറയും. അതിലൊരു ദാക്ഷിണ്യം ഇല്ലാത്ത ആളാണ്. ഞാൻ നോക്കിയ പുള്ളിക്കാർ എന്നെ ഇങ്ങനെ നോക്കുന്നു ഭയങ്കര പുള്ളിക്കാരുടെ അടുത്ത് അങ്ങനെ ഇത്രയും ഇതാണെന്നുള്ളത് പുള്ളിക്കാർ കണ്ടിട്ടില്ല. ലൊക്കേഷനിൽ വന്നിരുന്നെങ്കിലും ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെ ഞാൻ പെർഫോം ചെയ്തെന്ന് പുള്ളിക്കാർക്ക് അറിയില്ല. പുള്ളിക്കാർ ഭയങ്കര ഇതായിട്ട് എന്നെ തന്നെ നോക്കിയിട്ട് എന്തോടാ അതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോട്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇവിടെ വർക്കായ സ്ഥിതിക്ക് അത് മൊത്തത്തിൽ വർക്കാവാനുള്ള പരിപാടി ഉണ്ടെന്ന്. അതുപോലെ തന്നെ നമുക്ക് പടത്തിലെ നമുക്ക് ഏറെ സന്തോഷം തന്ന സംഭവം നിവിൻ ചേട്ടൻ്റെ ഒരു കംബാക്ക് തന്നെ പറയാം. പുള്ളി സർവ്വമയയിലൂടെ ആ ഒരു കംബാക്ക് നമുക്ക് തന്നതാണ്. ബട്ട് സ്റ്റിൽ നമ്മളൊക്കെ കാണാൻ ആഗ്രഹിച്ച ഒരു നിവിൻ പോളി നമ്മൾ ആ ചിത്രത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിവിൻ ചേട്ടൻ്റെ ഒപ്പം ഉള്ള ആ ഒരു എക്സ്പീരിയൻസ് അത് എങ്ങനെയായിരുന്നു? അയ്യോ, അത് മറ്റേ ഫാൻ ബോയ് മൊമെന്റാ. ഞാൻ ഈ 2015 ബോംബെയിൽ ജോലിയൊക്കെ റിസൈൻ, 2010 തൊട്ട് 15 വരെ ഞാൻ ബോംബെയിലായിരുന്നു. 15 ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട് ഇങ്ങനെ അവിടെ കുറച്ചാൾ ഇങ്ങനെ നിന്ന സമയത്താണ് പ്രേമം റിലീസായതും. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് രാഹുലും കൂടെ പോയി അവിടെ പോയി തിയേറ്ററിൽ കണ്ട്. അതുവരെ കാണാത്തൊരു നിവിൻ പോളിയാണ് അപ്പോൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര ഈ മുണ്ടെടുത്തിട്ട് ഇങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മൾ ലാലേട്ടനിൽ കണ്ടിട്ട് നമ്മൾ രോമാഞ്ചിഫിക്കേഷൻ വന്നിട്ടുള്ള സാധനമാണ് നിവിൻ ചേട്ടൻ ചെയ്തതെന്ന്. അതിനുശേഷം തൊട്ട് നമ്മൾ ഭയങ്കര, അതിന് മുമ്പേ ഫാനാണ്, ബട്ട് പ്രേമം തൊട്ട് കട്ട ഫാനാണ്. പിന്നെ പുള്ളിയുടെ ക്യൂട്ട്നെസ്സും പരിപാടികളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാനിതുവരെ കണ്ടിട്ടില്ല പുള്ളിയെ. ഞാൻ ആദ്യമായിട്ട് പുള്ളിയെ കാണുന്നത് അന്ന് ലൊക്കേഷനിൽ ഫസ്റ്റ് സീന് ഞാനും പുള്ളി നമ്മളെ സീൻ എടുക്കുമ്പോഴാണ്. അതൊക്കെ അടക്കകത്ത് ഇരുന്നിട്ട് ഇവർ കോംപ്രമൈസ് സംസാരിക്കുന്ന ഒരു സീനുണ്ടല്ലോ, അതാണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയും ചെല്ലുമ്പോൾ പുള്ളി അവിടെ മോണിറ്ററിൻ്റെ പുറകിൽ ഇങ്ങനെ കസേരയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ അയ്യോ നിവിൻ പോളി എന്നുള്ള മൂഡിൽ ചെന്ന് പുള്ളി ആടാ എന്ന് പറഞ്ഞിട്ട് പുള്ളി പരിചയമുള്ള ഒരാളോട് സംസാരിക്കുന്ന പോലെ സംസാരിച്ചു. അപ്പോൾ അത് ആ പരിപാടി അവിടെ തീർന്നു. പിന്നെ നമുക്കെപ്പോഴും ആ ഒരു ഫാൻ ബോയ് പരിപാടി ഉണ്ട്. കാരണം പുള്ളിയുടെ ചിരിയൊക്കെ ഭയങ്കര ഈ ലൈറ്റ് ഹൗസ് പോലെ, ലാലേട്ടൻ്റെ കേസ് പറയുന്ന പോലെ ഭയങ്കര ഭംഗിയാണ് പുള്ളി ചിരിക്കുന്നത്. ചില സമയത്ത് നമ്മുടെ റിയാക്ഷൻസ് ഉണ്ട് പുള്ളി ചിരിക്കും ഷോട്ടിൽ. അങ്ങനത്തെ ചില പരിപാടികളുണ്ട്. ഇപ്പോൾ ലാസ്റ്റിലൊരു സീനിൽ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് വരുന്നൊരു പരിപാടിയിലൊക്കെ പുള്ളി എന്നെ കണ്ടത് ചിരി തുടങ്ങി. എന്നിട്ട് നീ നിൽക്കണ്ട, നിന്നെ കണ്ടാൽ എനിക്ക് ചിരി വരും, നീ മാറിക്കോ, ഞങ്ങൾ അല്ലാണ്ട് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ അത് ഭയങ്കര രസമാണ് പുള്ളിയുടെ കൂടെ. വീട്ടിൽ നിന്ന് അടിച്ചോണ്ട് പോണ അതെ വീട്ടിൽ നല്ല സീനായിരുന്നു. എക്സ്പെക്ട് ചെയ്ത ഞങ്ങൾ വിചാരിച്ചു ഇപ്പോഴും അടി നടക്കുന്നു, അത് ഞങ്ങൾ അവിടെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അടിപൊളിയായിട്ടായിരുന്നു. ഈ നിവിൻ ചേട്ടനെ നമ്മൾ ഏറ്റവും എടുത്ത് പറഞ്ഞ കുറച്ച് സംഭവങ്ങളാണ് ഈ ഭയങ്കര സട്ടിലായിട്ടുള്ള റിയാക്ഷൻസ് ഇടുന്ന പുള്ളിയാണ്. പ്രത്യേകിച്ച് ആ കാറിനകത്തുള്ള നാണം സീനൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നതാണ്. അപ്പം എങ്ങനെയായിരുന്നു നിങ്ങൾ തിയേറ്ററിൽ കണ്ട സമയത്ത് പുള്ളിയുടെ ആ ഒരു സീൻസ് ഒക്കെ കാണുന്ന സമയത്ത്? ഞങ്ങൾ ഈ സാധാരണ ഓഡിയൻസിന് ഫീൽ ചെയ്യുന്ന അതേ ഫീൽ തന്നെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാൻ ആദ്യം ഫസ്റ്റ് ഡേ പോയിട്ട് ഞങ്ങൾ കണ്ടു. പിന്നെ ഒരു ദിവസം വൈഫിന് ഓഡിയൻസ് റിയാക്ഷൻ അറിയാൻ വേണ്ടിയിട്ട് അവൾ ഒറ്റയ്ക്ക് പോയി കണ്ടായിരുന്നു. പിന്നെ മൂന്നാമത് ഞാനും അവളും കൂടി ഇതേപോലെ വനിതാ വിനിതയിൽ പോയിട്ട് ആരും കാണാതെ ഞങ്ങൾ ശ്രദ്ധയിൽ പെടാണ്ട് പോയി തൊപ്പിയൊക്കെ വെച്ച് മാസ്ക് ഒക്കെ വെച്ചിരുന്ന് കണ്ടായിരുന്നു. അപ്പോഴും ഞങ്ങളിപ്പോൾ അപ്പോഴൊക്കെ ഞാൻ പോയത് ഞാൻ അഭിനയിച്ചൊരു സിനിമ കാണണം എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ അല്ല. നിവിൻ പോളിയുടെ ഒരു ഫാമിലി പടം ഫുൾ ഹൗസ് തിയേറ്ററിൽ എങ്ങനെ ഉണ്ടായിരിക്കും. അപ്പോൾ കറക്റ്റ് നിവിൻ ചേട്ടൻ്റെ നാളെ വരുന്ന സമയത്ത് ഞാനും പുള്ളിക്കാരും ഭയങ്കര ഫാനാണ് വൈഫ് നിവിൻ പോളിയുടെ.
ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ബ്ലഷ് ചെയ്യുന്നുണ്ടായിരുന്നു, പുള്ളിക്കാരൻ്റെ നാണം കാണും. നല്ല കറക്റ്റ് കൃത്യം ബ്ലഷിങ്. അതെ അത് ഭയങ്കര നാച്ചുറലി അത് അത്ര ഈസി പരിപാടിയല്ല. അത്രയും ഇതായിട്ട് കോമഡി അല്ലെങ്കിൽ ഒരു ഇന്നസെൻസ് ഒക്കെ, കാരണം ആൾക്കാർ പറയൂ എന്താടാ കാണിക്കണമെന്ന് ചോദിക്കാൻ സാധ്യതയുള്ള പരിപാടികളാണ് അത് പുള്ളിക്ക് ഭയങ്കര ഈസിയാണ്. ഭയങ്കര പുള്ളി ചെയ്യണ കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ, ഇപ്പൊ ഭാവന സ്റ്റുഡിയോസിന്റെ ഒപ്പം വീണ്ടും ഒരു സിനിമ ചെയ്യാണ്. ഭാവന സ്റ്റുഡിയോസ് എത്രത്തോളം ഒരു പുതുമുഖങ്ങൾക്ക് അവരുടെ സപ്പോർട്ട് എങ്ങനെയാ പറയാൻ പറ്റുക? അവര് എന്താ പറയുന്നത്, ഇപ്പം എനിക്ക് പ്രേമലുവിൻ്റെ കേസിൽ ഞാനത് എപ്പോഴും ആലോചിക്കുന്ന കേസാണ്. അത് അങ്ങനെ ഒരു ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ താരതമ്യേന പുതിയ ആളെന്ന് പറയാവുന്നൊരു എന്നെ വിശ്വസിച്ച് ചെയ്യിപ്പിക്കുക. ഓക്കെ, ഗിരീഷ് ഉറപ്പായിട്ടും ഗിരീഷിൻ്റെ കോളാണ്, ഗിരീഷ് കിരണും കൂടെ ഫൈനലി പറയുന്നു ഓക്കെ പുള്ളി ഓക്കെയാണ്. എന്നാലും വേണമെങ്കിൽ അവർക്ക് പറയാം, എടോ അത് ഇത്ര വലിയ പരിപാടിയല്ല, അത് നമുക്ക് കുറച്ചൊരു ആരെങ്കിലും ചെയ്യിപ്പിക്കേണ്ടതെന്ന് പറയാവുന്നൊരു പരിപാടിയാണ്. പക്ഷെ അവരത് ട്രസ്റ്റ് ചെയ്തു. ഒരു പോയിന്റിൽ പോലും നമ്മുടെ അടുത്ത് ലൊക്കേഷനിൽ വന്നിട്ട് ഒരു ഇത് കാണിക്കുകയോ നീ പുതിയ അങ്ങനെ ഒരു പരിപാടിയൊന്നുമില്ല. ഫസ്റ്റ് ഡേ തൊട്ട് നമ്മൾ ശ്യാം പുഷ്കരൻ എന്ന് കേട്ടിട്ടേ ഉള്ളൂ. നമ്മൾ കണ്ടിട്ടുള്ള ജോജിയും അങ്ങനത്തെ സിനിമകളൊക്കെയാണ്. അപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കും എന്ന് വിചാരിച്ച് പോകുമ്പോൾ പുള്ളി മച്ചാനെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. അതെ, പുള്ളി ഞാൻ എൻ്റെ കാരവാനിലൊക്കെ ഹൈദരാബാദ് ഷൂട്ട് ചെയ്യുമ്പോൾ പുള്ളി കാരവാനിലോട്ട് എന്നെ വിളിക്കണം, അങ്ങോട്ട് വന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് മിമിക്രി കാണിക്കും. പുള്ളി വെറുതെ സംസാരിക്കണം, ഒരു ചായ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ദിലീഷ് ഏട്ടൻ എനിക്ക് ഇതുപോലെ ഭയങ്കര പേടിയായിരുന്നു. എന്താണെന്നറിയാം, എനിക്കൊരു മനസ്സിലൊരു പേടി ഇടമുണ്ട്. പുള്ളി അത്രയും ഈസി ആയിട്ട് വന്നിട്ട് നമ്മളോട് സംസാരിച്ച്. അപ്പം നമുക്കങ്ങനെ നമ്മളൊരു പുതുമുഖം പോയിട്ട് കുറേ സീനിയർ ആൾക്കാരുടെ പ്രൊഡക്ഷൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഫീല് നമുക്ക് തോന്നിപ്പിച്ചിട്ടില്ല. അവർ നമ്മളെല്ലാവരും ഭയങ്കര ചില്ലാണ് എല്ലാവരും. ഇപ്പോൾ ഞാൻ കാണിച്ചോട്ടെ, പ്രേമലുവിന് മുമ്പും ശേഷവുമുള്ള ശ്യാമിനെ എങ്ങനെയാ പറയാൻ പറ്റുക? ഒരു ഐഡൻറ്റിറ്റി കിട്ടിയത് പ്രേമലു തന്നെയാണ്. അപ്പോൾ അതിനു മുമ്പും സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ വളരെ കുറച്ച് ഡയറക്ടേഴ്സ് അതിന് മുമ്പ് ലൈക്ക് ഓക്കെ ഇവനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇപ്പം അരുൺ എന്ന് പറയുന്ന നമ്മുടെ 18+ ഒക്കെ ഡയറക്ടർ, പുള്ളിയൊക്കെ ആണ് 18+ അത്യാവശ്യം വേറൊരു കൈൻഡ് ഓഫ് പരിപാടിയാണ്. ഞാൻ അതിനു മുമ്പ് പൊന്മുട്ടയിലൊക്കെ കോമഡി ചെയ്ത് നടന്ന ആൾ എന്നെ പിടിച്ചിട്ട് ഒരു കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു ബ്രദർ പരിപാടിയൊക്കെ AD ചെയ്യണത് വിശ്വസിച്ച് ചെയ്യിപ്പിച്ച അങ്ങനെ കുറച്ച് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു അതിന് മുമ്പാണെങ്കിലും, പിന്നെ പത്രോസിൻ്റെ പടപ്പുകളിലാണെങ്കിലും. പക്ഷെ അത് പ്രേമലു ആണ് നമ്മളെ ഒരു വേറൊരു ഇതിലോട്ട് ആൾക്കാരുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്. ഞാനിപ്പോൾ പറഞ്ഞത് തെലുങ്കിൽ ചെയ്തു എന്ന് പറഞ്ഞതുപോലും പ്രേമലു തന്നെയാണ്. നമ്മൾ എവിടെ പോകുമ്പോഴും ഇപ്പോഴും അപ്രിഷ്യേറ്റ് ചെയ്യുന്ന. ഇപ്പോൾ സൈമയുടെ ബെസ്റ്റ് കോമഡി ആക്ടർ അവാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ വന്നിട്ടാണ്. മഹാരാജയുടെ ഡയറക്ടറൊക്കെ വന്നിട്ട് എന്നോട് പെർഫോമൻസ് വാസ് സോ ഗുഡ് ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ്. പുള്ളി മഹാരാജയാണ് ഡയറക്റ്റ് ചെയ്തത്. ഞാനൊരു കോമഡി പടത്തിലൊരു കോമഡി ക്യാരക്ടർ ചെയ്ത ആളോടാണ് പുള്ളി വന്നിട്ട് നിങ്ങളുടെ അഭിനയം അടിപൊളിയായിരുന്നു എന്നൊക്കെ പറയുന്നത്. നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളെ കൊണ്ട് ഇരുത്തി പ്രേമലു എന്നുള്ളത്. അതെ, ഞങ്ങൾ ഇതിനു മുമ്പ് സംഗീതിന്റെയും നസ്ലിന്റെ ഒക്കെ ഇന്റർവ്യൂ എടുത്ത സമയത്ത് അവരെപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ശ്യാം ആ കൂട്ടത്തിൽ ഉണ്ടാവില്ല കേട്ടോ, പറയുന്നുണ്ടാവും ശ്യാമിനെ വിളിച്ചാൽ കിട്ടില്ല, ഹൈദരാബാദിലാണ് രാജമൗലി പടത്തിന്റെ തിരക്കിലാന്നൊക്കെ പറഞ്ഞ് എപ്പോഴും അവരിങ്ങനെ ചുമ്മാ JK പറയാറുണ്ടായിരുന്നു. പക്ഷെ രാജമൗലി തന്നെ നേരിട്ട് അഭിനന്ദിച്ച കഥാപാത്രമാണ് ആദി. പല ആൾക്കാരുടെ ഇതുപോലത്തെ ആൾക്കാരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് ആദ്യം മാറി. അന്ന് ആ സ്റ്റേജിൽ കയറിയിട്ട് രാജമൗലിയുടെ വായിൽ തന്നെ ആ ഒരു ഇത് കേൾക്കുകയാണ്, ആദ്യം എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടർ ആണെന്ന് കേൾക്കുമ്പോഴത്തെ ഒരു സംഭവം എങ്ങനെയായിരുന്നു? അയ്യോ, അത് മറ്റേ സ്വപ്നമൊക്കെ കണ്ടിട്ട് നമ്മൾ നല്ല സ്വപ്നമായിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ ആലോചിക്കില്ല, അതുപോലത്തെ ഒരു പരിപാടി. ആദ്യം പുള്ളി ട്വീറ്റാണ് എക്സിലാണ് ഇട്ടിരുന്നത്, ട്വിറ്റർ ആയിരുന്ന സമയത്ത്. അപ്പം ഇതുപോലെ പടം കണ്ടു, ഇവർ സച്ചിൻ ഇസ് ഗുഡ് മറ്റേത് മറിച്ചെന്ന് പറഞ്ഞിട്ട് മൈ ഫേവറേറ്റ് സാദി JK ജസ്റ്റ് കിട്ടി എന്ന് പറഞ്ഞു. രാജമൗലിയുടെ അക്കൗണ്ട് തന്നെയാണോ, അത് ഫേക്ക് തന്നെ ആണോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ മനസ്സിലായി. അപ്പോൾ ഇപ്പോഴേക്കും എനിക്ക് ആൾക്കാരുടെ മെസ്സേജും പരിപാടികളും ഇങ്ങനെ ഓരോരുത്തർ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് ഇടാൻ തുടങ്ങി. അപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് പുള്ളി ഇങ്ങനെ നമ്മൾ ഇട്ടു എന്നുള്ളത് തന്നെ. പിന്നെ വീണ്ടും ഇവർ ഫംഗ്ഷൻ ഇങ്ങനെ ഹൈദരാബാദിൽ സക്സസ് സെലിബ്രേഷൻ വയ്ക്കും എന്ന് പറഞ്ഞപ്പോൾ പുള്ളി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അയ്യോ ദൈവമേ. പക്ഷെ അന്ന് അവിടെ ഇത് വീണ്ടും പുള്ളി ഇത് വാഗുണ്ട് പറയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഓക്കെ, പുള്ളിയെ കാണാൻ മീറ്റ് ചെയ്യാം, മേ ബി ഹാൻഡ് ഷേക്ക് കൊടുക്കാം, ഹലോ സാർ എന്ന് പറയാമെന്ന് വിചാരിച്ചുള്ളൂ. പക്ഷെ പുള്ളി അതേ പരിപാടി തന്നെ പുള്ളി സ്റ്റേജിൽ കയറിയിട്ട് വീണ്ടും നമ്മളെ അപ്രിസിയേറ്റ് ചെയ്തു എന്ന് പറയുന്നത് അത് എല്ലാവരും ചെയ്യുന്നതല്ല. വൺ ഓഫ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഡയറക്ടേഴ്സിൽ ഒരാളായിട്ടുള്ള അദ്ദേഹം നമ്മുടെ പേരെടുത്ത് പറഞ്ഞിട്ട് മറ്റേ പുള്ളി അങ്ങനത്തെ കഥകളൊക്കെ പറഞ്ഞ് മറ്റേ വണ്ടിയിൽ വരുന്ന വഴിക്ക് അയാൾ ഡ്രൈവർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പറഞ്ഞിട്ട് അയ്യോ, അത് ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു. ഈ ക്യാരക്ടേഴ്സിനെ കുട്ടികളൊക്കെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം, എല്ലാവർക്കും അത് കിട്ടില്ല. അങ്ങനെ ഭാഗ്യം കിട്ടിയ കഥാപാത്രമാണ് ആദി അല്ലെങ്കിൽ JK. പിള്ളേരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴായാലും കിട്ടുന്ന റെസ്പോൺസ് എങ്ങനെയാണ്? ഭയങ്കര തന്നെയാണ്. പിള്ളേർ ഫാന് തന്നെയാണ് എനിക്ക് തോന്നുന്നു. ആദിക്കും അമൽ ഡേവിസിനും ഒക്കെ ഏറ്റവും കൂടുതലുള്ള പിള്ളേർ ഫാന് തന്നെയാണ് ഇപ്പോഴും. ഇപ്പം ഇത് ഇറങ്ങിയ ശേഷമാണെങ്കിലും ആൾക്കാരെ വിളിച്ചിട്ട് നമ്മൾ ഈ ഉഗ്രരൂപം എന്ന് പറയുന്നുണ്ടെങ്കിലും അവർ പറയുന്നത് മോള് കണ്ടപ്പോൾ തന്നെ ചിരിയായിരുന്നു, ആദ്യം വന്നു എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോഴും ആദ്യം എന്നാണ് ഇവരുടെ മനസ്സിൽ ആദ്യമാണല്ലോ, കുട്ടികളുടെ മനസ്സിൽ രജിസ്റ്റർ അയക്കുന്ന ആദി ചേട്ടൻ എന്നുള്ള പരിപാടി അല്ലെങ്കിൽ JK എന്നുള്ള സാധനമാണല്ലോ. ഇനി കുറച്ച് വീണ്ടും ഹരിച്ചേട്ടൻ വരുമായിരിക്കും. ആ ക്യാരക്ടറിന്റെ ഒരു ഇമ്പാക്ട് ഇപ്പോഴും കിടക്കുന്നുണ്ട്. അത് എനിക്ക് ആലോചിക്കുമ്പോഴും അത് എന്തുകൊണ്ടായിരിക്കും പിള്ളേർക്ക് ഇത്രയും ഇഷ്ടം എന്നുള്ളത് എനിക്കും
മനസ്സിലായിട്ടില്ല. കാരണം മേ ബി ഒരു കാർട്ടൂൺ പോലെ ആയിരിക്കും അവർ കാണുന്നത് ഈ ക്യാരക്ടറിന്റെ. ഇയാൾ മൊത്തത്തിൽ നടക്കുന്നതും സംസാരിക്കുന്നതും അതൊക്കെ ഒരു കാർട്ടൂണിഷ് പരിപാടിയാണല്ലോ. അതുകൊണ്ടായിരിക്കും. ഈ തുടങ്ങിയത് ഇപ്പോഴല്ല, കുഞ്ഞിലെ തുടങ്ങിയ ഒരു ഇതല്ലേ കിലുക്കത്തിലൊരു ചെറിയൊരു വേഷം, ബാലതാരം. എങ്ങനെയായിരുന്നു അതിന്റെ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നത്? അതിപ്പം ആക്ടിങ് എന്ന് പറയാൻ പറ്റില്ല, അമ്മ അതിൽ ഉണ്ടായിരുന്നു. തിലകൻ സാറിന്റെ വൈഫായിട്ടുള്ള ഒരു വേഷം ചെയ്തേക്കുന്ന അമ്മയാണ്. അമ്മ അങ്ങനെ സിനിമയിൽ ഭയങ്കര എസ്റ്റാബ്ലിഷ് ആക്ട്രസ് ഒന്നും ആയിരുന്നില്ല, നാടക നടിയായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആരെങ്കിലും പരിചയത്തിന്റെ പേരിൽ അച്ഛനോടുള്ള പരിചയം വെച്ചിട്ട് ഒരു പരിപാടി ഉണ്ട്, പുള്ളിക്കാർ ഫ്രീ ആണോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ പോകുന്നതായിരുന്നു. അന്ന് ഊട്ടിയിൽ കുറച്ച് ദിവസത്തെ ഷൂട്ട് ഉള്ളത് കൊണ്ട് മേ ബി എന്നെയും കൊണ്ടുപോയതായിരിക്കാം ആ സമയത്ത്. അപ്പൊ എന്തോ സീനിൽ അവിടെ ഒരു കൊച്ചുകുട്ടി വേണം എന്ന് പറഞ്ഞപ്പോൾ എന്നെ പിടിച്ചങ്ങ് ഇരുത്തി, അത്രയേ ഉള്ളൂ. അത് പിന്നെയാണ് നമ്മൾ വലുതായിട്ടാണ് അറിയുന്നത്, അയ്യോ അത് കിലുക്കായിരുന്നില്ലേ, നമ്മൾ കിലുക്കത്തിൽ അറിയാണ്ട് അഭിനയിച്ചു എന്നുള്ളൊരു. എനിക്ക് എൻ്റെ അടുത്ത് അതിന് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ കിലുക്കത്തിൽ രേവതിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വരുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ആ പേപ്പർ കട്ടിങ്ങിന്റെ കോപ്പിയൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ മിസ്സായി പോയി. ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര നൊസ്റ്റാൾജി. അതിനുശേഷം പിന്നെ സിനിമയിലേ ഉണ്ടായിരുന്നില്ല, നേരെ പഠിത്തത്തിന്റെ വഴി പോയി, പിന്നെ ബാങ്കിലെ ജോലിക്ക്. പഠിത്തത്തിന്റെ ഭയങ്കര പഠിത്തമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ 8ാം ക്ലാസ് വരെയൊക്കെ അത്യാവശ്യം പഠിക്കുമായിരുന്നു. പിന്നെ പഠിത്തത്തിലൊക്കെ ഉഴപ്പാൻ തുടങ്ങി. എന്നാലും ഫസ്റ്റ് ക്ലാസ് ഒക്കെ പ്ലസ് ടുവിനൊക്കെ അങ്ങനെ ഫസ്റ്റ് ക്ലാസ് ഒക്കെ വാങ്ങിപ്പോയി. കോളേജിലൊക്കെ അതിന് ശേഷം പിന്നെ കുറച്ച് മിമിക്രി പരിപാടികളിലോട്ട് ഭയങ്കരമായിട്ട് മാറി. പക്ഷെ അതിലും എൻ്റെ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഭയങ്കര ഷൈ പരിപാടിയാണ്. അപ്പോൾ മിമിക്രി കുറച്ച് ഞാൻ വീടിനടുത്തുള്ള അമ്പലങ്ങളൊക്കെ പരിപാടിയൊക്കെ ചെയ്തിരുന്ന സമയത്ത് അവിടുത്തെ ട്രൂപ്പുകളിൽ നിന്നൊക്കെ വെളി വന്നു, തിരുവനന്തപുരത്തുള്ള 1-2. പക്ഷെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ചെയ്യാനുള്ള ധൈര്യം ഇല്ലാത്ത കാരണം ഞാൻ ഇല്ല ഏട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിത്തമാണ് ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഊരിയതാണ്. പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളിൽ ഞാൻ പോയിട്ട് മിമിക്രി കാണിക്കുക, അല്ലെങ്കിൽ അന്ന് ആ സമയത്ത് പോപ്പുലർ ആയിരുന്നുള്ള ജയൻ നസീർ, ആ ഒരു കൈരളിയിൽ സുരാജേട്ടനൊക്കെ ഒരു കുടിയന്റെ പരിപാടിയൊക്കെ കാണിക്കില്ല, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ അന്ന് ചെയ്തിരുന്നു. അന്ന് കയ്യടി കിട്ടാൻ സാധ്യതയുള്ള സാധനങ്ങൾ. പിന്നെ മെയിനായിട്ട് എനിക്ക് തോന്നുന്നു ടെർമിനേറ്ററിന്റെ ഒരു സ്പൂഫ് ഡബ് ചെയ്തിട്ടുണ്ട്, അത് ഭയങ്കര പോപ്പുലറാണ്. അത് എനിക്ക് തോന്നുന്നു 90s കിഡ്സിന്റെ ഏറ്റവും വലിയ മെമ്മറീസിൽ ഒന്നാണ്. സെൽവൻ PWD എന്ന് പറഞ്ഞിട്ട് ടെർമിനേറ്റർ സിനിമ ഉണ്ടല്ലോ, അതിന്റെ കുറച്ച് സീൻസ് എടുത്തിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് എഡിറ്റ് ചെയ്ത്, രജനീഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അതിലെല്ലാ വോയിസും ഞാൻ തന്നെ ചെയ്ത. ടെർമിനേറ്ററിന്റെ വോയിസിന് ഭീമൻ രഘുവിന്റെ വോയിസ്, ഭീമൻ രഘു ടെർമിനേറ്റർ കളിക്കൊടുക്കാൻ അന്വേഷിച്ചിട്ട് വരുന്നു, അതെ വേണ്ട കളിക്കൊടുക്ക ഓർഡറാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പരിപാടി. അത് ഭയങ്കര ഫേമസ് ആണ്. അതിന് തന്നെ ഒരു കൾട്ട് ഫോളോയിങ് ഉണ്ട്. ഒരുപാട് ആൾക്കാർ ഇടയ്ക്ക് എനിക്കൊന്ന് CPC എങ്ങാണ്ട് ഒരു കോവിഡ് സമയത്ത് അതിനെപ്പറ്റി എൻ്റെ ഒരു ഫ്രണ്ട് അറിഞ്ഞിട്ട് അവനൊരു റൈറ്റപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ആൾക്കാരിങ്ങനെ മെസ്സേജൊക്കെ അയച്ചു. ശ്യാമേട്ടനൊക്കെ, ശ്യാം പുഷ്കറിനൊക്കെ എനിക്ക് അങ്ങനെയൊക്കെ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെയാണ് ആ സമയത്തെ പരിപാടികളെന്ന് തോന്നുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ അതൊക്കെ വിട്ടു. എപ്പോഴാ സിനിമ വന്നിട്ടുള്ളേ മൈൻഡില്? സിനിമ മേ ബി ഞാൻ ഒരു 2010 ഈ ആനിമേഷനൊക്കെ കഴിഞ്ഞു, ഈ ഡിഗ്രി കഴിഞ്ഞ് ആനിമേഷൻ ചെയ്തു. വരയ്ക്കുന്ന കുറച്ച് അസുഖം ഉണ്ടായിരുന്നു അങ്ങനെ. പക്ഷെ ആ സമയത്ത് പിന്നെ തോന്നി ഇതിലൊന്നും വലിയ ഭാവിയില്ല. എനിക്ക് അങ്ങനെ ഒരു പെർഫോമർ ആവാനുള്ള ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. പെർഫോം ചെയ്ത് അല്ലെങ്കിൽ മിമിക്രി ചെയ്ത് സിനിമ ചെയ്ത് നാണം ഒരു പരിപാടിയായിരുന്നു. പിന്നെ അപ്പോൾ ആലോചിച്ചത് എന്തെങ്കിലും ജോലി ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ. എൻ്റെ അങ്കിള് ബോംബെയിലുണ്ടായിരുന്നു. അങ്ങനെ അങ്കിളിനോട് സംസാരിച്ചിട്ട് ബോംബെക്ക് പോയി. ആദ്യം മുത്തൂറ്റിലൊക്കെ വർക്ക് ചെയ്തു, പിന്നെ ലാസ്റ്റ് സിറ്റി ബാങ്കിൽ ആയിരുന്നു. പക്ഷെ എന്തോ ഒരു 5 വർഷമൊക്കെ അവിടെ ചെയ്തതിന് ശേഷം ഭയങ്കര ഒരു മരവിപ്പ്. എനിക്ക് സ്റ്റേജ് മിസ് ചെയ്യാൻ തുടങ്ങി. സ്റ്റേജിൽ കയ്യടി, നോട്ടുമാലയൊക്കെ കിട്ടിയിട്ടുണ്ട് വീട്ടിനടുത്തുള്ള. അപ്പോൾ അതൊക്കെ ഏതൊക്കെയോ പോയിന്റിൽ മിസ് ചെയ്തു. ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നു, അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അവിടെ ഈ പാട്ട് ഒക്കെ പാടുന്നുണ്ട്. അവിടെ വീടിനടുത്ത്, ബോംബെയിൽ തന്നെ വീടിനടുത്ത് ഒരു അയ്യപ്പൻ്റെ ടെമ്പിൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുഞ്ഞു പരിപാടിയൊക്കെ വരുമ്പോൾ ഇവർ എൻ്റെ അങ്കിൾ വിളിച്ചുകൊണ്ട് ഇവിടെ പാടും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പാടുമ്പോൾ അവിടുത്തെ ആൾക്കാരൊന്നും അപ്രിഷ്യേറ്റ് ചെയ്യും. മോനെ കൊള്ളാമല്ലോ, നീ പാട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ശരിക്കും പെർഫോമൻസ് ചെയ്യേണ്ട ആളല്ലേ എന്നൊക്കെ ഉള്ളൊരു സാധനം മനസ്സിലായി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും കാണിക്കും. എൻ്റെ CEO അല്ലെങ്കിൽ മറ്റേ VP-യുടെ ഒക്കെ മിമിക്രി കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവർ പറയായിരുന്നു, നീ ഇവിടെ ഇരിക്കേണ്ടല്ല, ആക്ച്വലി നീ ഇതല്ല ചെയ്യേണ്ട, കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കേണ്ടല്ല. ഒരു പോയിന്റിൽ അത് ബ്രേക്ക് ആയി തോന്നുന്നു. സാച്ചുറേഷൻ പോയിന്റ് ആയപ്പോൾ പെട്ടെന്നൊരു ദിവസം ഞാനിങ്ങനെ എൻ്റെ കസിനെയും കൂട്ടി, എൻ്റെ കസിൻ അവിടെ ഉണ്ടായിരുന്നു, അവളെയും കൂട്ടി ഞാനിങ്ങനെ എൻ്റെ അങ്കിളിനോട് പോയി അവതരിപ്പിച്ചു. എനിക്ക് സിറ്റി ബാങ്കിലെ ജോലി കളഞ്ഞിട്ട് ഞാൻ നാട്ടിൽ പോയി അഭിനയിക്കാനെന്നല്ല, എനിക്ക് ഇത് പറ്റുന്നില്ല, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫീൽഡിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതാണ്. വല്യച്ഛനൊക്കെ, എൻ്റെ അച്ഛൻ്റെ ബ്രദർ വല്യച്ഛനൊക്കെ ഭയങ്കര ഇതായിരുന്നു. എന്തിനാണ്, കാരണം അച്ഛൻ പണ്ടുപോലെ ദുബായിലൊക്കെ പോയിട്ട് നാടകം എന്നൊക്കെ പറഞ്ഞിട്ട് അത് വിട്ടിട്ട് വന്ന ഒരാളാണ്. എന്നിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട്, അച്ഛനമ്മയ്ക്ക് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഇതായി, നീ അച്ഛൻ്റെ പരിപാടി തന്നെയാണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ എനിക്കറിയില്ല, നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ഇങ്ങനെ. അപ്പോൾ എല്ലാവർക്കും ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു. എനിക്കൊരു പ്രത്യേകിച്ചൊരു ലക്ഷ്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കാം. അങ്ങനെയാണ് ഈ വീട്ടിലിരുന്ന് കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങി. ഡബ് സ്മാഷ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഡബ് സ്മാഷ് ചെയ്തു. സ്മ്യൂള് വന്നു. സ്മ്യൂള് എനിക്കൊരു ധൈര്യം കിട്ടി. ഞാനങ്ങനെ ഒരു പാട്ട് പഠിച്ച ആളൊന്നുമില്ല. എന്നിട്ട് എൻ്റെ പാട്ട് കേട്ട ആൾക്കാർ വന്നിട്ട് കൊള്ളാമെന്ന് പറയുമ്പോൾ എന്നാൽ കൊള്ളാമല്ലോ എന്നുള്ളൊരു ഐഡിയ കിട്ടി.
പിന്നെയാണ് ഈ മ്യൂസിക്കലി ടിക്ടോക്ക്, അത് കഴിഞ്ഞ് യൂട്യൂബിൽ വന്നു. പൊന്മുട്ട വന്നതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു ആക്ടിങ് പ്രോപ്പറായിട്ടൊരു അപ്രിസിയേഷൻ വരാൻ തുടങ്ങി. കുറച്ച് എപ്പിസോഡ്സിലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എപ്പിസോഡ്സ് കണ്ടിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തിരിച്ചറിയുന്നു, മെസ്സേജ് അയക്കുന്നു. അപ്പം എനിക്ക് എവിടെയൊക്കെയോ സിനിമാക്കാരുടെ സൈഡിൽ നിന്നൊക്കെ മെസ്സേജും കാണുമ്പോൾ ഒരു പറയും വെച്ചാൽ പരിപാടി കൊള്ളാം. അപ്പോഴും തോന്നിയാൽ പിന്നെ അഭിനയം ഇത് തന്നെ അങ്ങോട്ട് തുടർന്നാലോ എന്ന് തോന്നി. പിന്നെ അങ്ങോട്ട് സീരിയസ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ തുടങ്ങി. മേ ബി അത് ഇങ്ങനെ പൊന്മുട്ടയിൽ നിന്നാണല്ലോ സിനിമയിലേക്കുള്ള ഒരു വരവുണ്ടായിരുന്നത്. അപ്പം സിനിമയിലേക്ക് എത്തിയ സമയത്ത് ഫസ്റ്റത്തെ മൂവി അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ ജെക്ക് അല്ലെങ്കിൽ പ്രേമലു വേണ്ടി വന്നിട്ടുണ്ട് ശ്യാം എന്നുള്ള ഒരു ആക്ടറിനെ എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി. അതുവരെയുള്ള ഒരു യാത്ര ഉണ്ടായിരുന്നല്ലോ, അത് ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അതായത് അഭിനയിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പം ശ്യാം പറഞ്ഞ പോലെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് വന്നു, എന്റെ ഇഷ്ടത്തിന് ഒരു സംഭവം ചെയ്യാൻ വേണ്ടി അത് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ആ ഒരു ആഗ്രഹിച്ചൊരു സംഭവം ഉണ്ടല്ലോ, അത് കിട്ടുന്നുണ്ടായിരുന്നോ? അല്ല, ഈ പ്രേമലുവിന് ശേഷം കിട്ടിയിട്ടുള്ളത് പോലെ കിട്ടിയിട്ടില്ലെങ്കിലും ഞാൻ കുറേയൊക്കെ ലക്കിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ കണ്ടന്റ് ക്രിയേഷൻ ചെയ്തിരുന്ന സമയത്താണെങ്കിലും ഞാൻ ചെയ്തിരുന്നത് ഇങ്ങനെ പാട്ട് റിലേറ്റഡ് സ്റ്റഫാണ്. ഒരാൾ പാട്ട് മാറി പാടുന്നു, ആക്സിഡന്റലി വേറെ പാട്ട് പാടുന്നു, അതിന് നല്ലൊരു ഫാൻ ഫോളോയിങ്. ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് പോപ്പുലർ ഈ ശ്യാമേട്ടനൊക്കെ ഉൾപ്പെടെ അവരൊക്കെ മഞ്ജു ചേച്ചിയൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ട്. അപ്പം അങ്ങനെ ഓക്കെ, ഞാൻ ഹാപ്പി ആയിരുന്നു, എനിക്കത് മതി. ഓക്കെ, വേണുചേട്ടൻ്റെ കൂടെ പാടിയത്. പിന്നെ യൂട്യൂബിൽ വന്നപ്പോഴാണെങ്കിലും പൊന്മുട്ടയ്ക്കൊരു ഫോളോയിങ് ഉണ്ടായിരുന്നു, അത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. അപ്പം ഞാൻ അന്നത്തെ ഒരു പോയിന്റിൽ ഞാൻ അതിൽ ഹാപ്പിയാണ്. ഇതിലും മേലെ പോകണം, ഭയങ്കര ഇത് വേണം. എനിക്കൊരു പോയിന്റിൽ അത് വേണ്ട എന്ന് തോന്നുമ്പോൾ ഞാൻ നിർത്തിയിട്ടുണ്ട്. ഇപ്പം ഈ റീൽസ് ആണെങ്കിൽ പോലും ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി തുടങ്ങി, ഇത് വീണ്ടും ഒരേ സാധനം തന്നെയാണ് ഞാൻ ചെയ്യാൻ തോന്നിട്ട്, ഇനി വേണ്ട. പൊന്മുട്ടയാണെങ്കിലും ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പൊന്മുട്ടയുടെ ആൾ ലിജു ഉണ്ട്, അവനോട് പറഞ്ഞടാ ഞാൻ ഇനി പരിപാടി ഇല്ല. അതിനുശേഷം കരിക്കലൊരു സീരീസ് എഴുതി ചെയ്തു, ബെറ്റർ ഹാഫ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കരിക്കിലോട്ട് പോയി പൊന്മുട്ട കഴിഞ്ഞിട്ട്. പിന്നെ അടുത്തത് നമുക്ക് കുറച്ചുകൂടെ സിനിമയിൽ പരിപാടികൾ ചെയ്യണം എന്നുള്ള, അപ്പോഴാണ് പത്രോസിൻ്റെ വടപ്പുകൾ എന്നുള്ള സിനിമ വന്നത്. പിന്നെ സിനിമയിൽ വന്നിട്ട് എനിക്കറിയാം അത്ര ഈസി അല്ല, സിനിമയിൽ എത്തി നമ്മൾ. പക്ഷേ പിന്നെ ഒരു മാർക്ക് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഭാഗ്യമുണ്ട്, കഴിവ്, കഷ്ടപ്പെടണം. അപ്പം ആ സമയത്ത് ഞാൻ സ്ട്രഗ്ലിങ് ആയിരുന്നെങ്കിലും വെയിറ്റിംഗ് ആയിരുന്നു. ഓക്കെ, എപ്പോഴെങ്കിലും ഒരു പരിപാടി കിട്ടും. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഈ ആക്ടർ എന്നുള്ള അപ്രിസിയേഷൻ ഭയങ്കരമായിട്ട് കിട്ടിയത് നൈറ്റ് കോൾ എന്നുള്ളൊരു ഷോർട്ട് ഫിലിം വന്നപ്പോഴാണ്. പ്രേമലുവിന് മുമ്പ് എനിക്ക് അങ്ങനെ ഒരു കൊള്ളാലോ എന്നുള്ള രീതിയിൽ ആൾക്കാർ സംസാരിച്ചത് നൈറ്റ് കോൾ കണ്ടിട്ടാണ്. അത് ഭയങ്കര ഒരു മാർക്കായിരുന്നു ശരിക്കും പറഞ്ഞു. ഈ ഇപ്പൊ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ജോലിയൊക്കെ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വന്നപ്പോൾ കുറെ പേര് ഇപ്പം വില്ലച്ചനായാലും അങ്ങനായാലും ചോദിച്ചു എന്ന് പറഞ്ഞല്ലോ, അവരുടെയൊക്കെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? സ്വന്തമായിട്ട് ഭയങ്കര ഹാപ്പിയാണ്. വല്യച്ഛൻ, ഞാൻ ആ സമയത്ത് കൈരളിയിലൊരു ഷോ ചെയ്യുന്നുണ്ടായിരുന്നു, താരമവതാരം എന്ന് പറഞ്ഞിട്ട്. അത് കണ്ടപ്പോൾ തന്നെ വല്യച്ഛൻ ഹാപ്പി. കാരണം അവരുടെ ജനറേഷനൊക്കെ നമ്മൾ ടി വിയിലൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഓക്കെ ഇവർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഒരു പ്രൈം ടൈമിൽ ഒരു TV പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ആളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ രക്ഷപ്പെട്ടവൻ, കുഴപ്പമില്ല എന്നുള്ള ലൈനാണ്. പിന്നെ പ്രേമിലൊക്കെ വന്നാൽ ഓഫ് കോഴ്സ് ഭയങ്കര ഹാപ്പിയാണ് പുള്ളിക്കാരൻ. എല്ലാവരും ഇപ്പം ഒരുവിധം എല്ലാവർക്കും അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല. ഒരു ഭയങ്കര അഭിമാനം പരിപാടിയാണ്. ആരെങ്കിലൊക്കെ വീട്ടിൽ വരുമ്പം പറയും, അനിയൻ്റെ മോനെ കണ്ടല്ലോ, അവൻ എന്നുള്ളൊരു ലൈനാണ് എല്ലാവരും. ഇപ്പം ഇതെല്ലാം ഈ ഓരോ ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ ലൈഫിൽ. ഇപ്പം ആദ്യം ചെറിയൊരു സിനിമയിൽ അഭിനയിച്ചു, അഭിനയിക്കല്ല, ഇപ്പം ചെറിയൊരു ഒന്ന് മുഖം കാണിച്ചു, പിന്നെ സിനിമ വിട്ടു പഠിത്തത്തിന്റെ വഴിയിൽ, പിന്നെ അത് ജോലി, പിന്നെ അത് വിട്ടെറിഞ്ഞിട്ട് ഇതിലേക്ക് വരുന്നു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ യാത്രയെ എങ്ങനെ ശ്യാമിനെ വിശേഷിപ്പിക്കാൻ പറ്റും? ഇപ്പം ഇവിടെ ബദ്ലഹേം വരെ എത്തി നിൽക്കുന്ന ഒരു യാത്ര വളരെ വലിയ യാത്രയായിരുന്നു. അല്ല, അത് ചില മൊമെന്റിലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ബോംബെയിൽ പോയിട്ടൊരു 5 വർഷം നിന്നത് വേസ്റ്റായി എന്നൊക്കെ ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ സമയത്ത് കുറെ കോർപ്പറേറ്റ് കമ്പനികളിൽ അങ്ങനത്തെ കുറെ ആൾക്കാരുമായിട്ട് ഇടപഴകി കഴിഞ്ഞതുകൊണ്ടാണ് ഈ പ്രേമലുവിലെ ക്യാരക്ടർ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയത്. കാരണം എനിക്ക് അതല്ലാണ്, ഞാൻ നാട്ടിൻപുറത്ത് കഴിഞ്ഞിരുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് എന്നോട് വന്നിട്ടൊരു സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അർബൻ ഗൈ എന്ന് പറയുമ്പോൾ എനിക്കത് ഇതെങ്ങനെ ആയിരിക്കും, ഞാൻ കുറെ സിനിമയൊക്കെ പോയി കാണുമായിരിക്കും മേ ബി. പക്ഷെ ഇതെനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരുപാട് ആൾക്കാർ എനിക്ക് കണക്റ്റായി. ഗിരീഷ് വന്നിട്ട് ഗിരീഷ് എന്നോട് പറഞ്ഞാൽ സോഫിസ്റ്റിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, പുള്ളിയുടെ സംസാരത്തിലും പരിപാടിയിലൊക്കെ ആ സാധനം വേണം, സംസാരിക്കുമ്പോൾ എല്ലാത്തിലും മൊമെന്റിലും ഒക്കെ. അപ്പം അതെനിക്ക് കൈൻഡ് ഓഫ് കിട്ടി. ഓക്കെ, ഇങ്ങനെ ഒരാളുണ്ട്, മറ്റേ പുള്ളി നടക്കുമ്പോൾ എങ്ങനെയാണ് നടക്കുന്നത്, മറ്റേ പുള്ളി നോക്കുമ്പോൾ എങ്ങനെയാണ് നോക്കുന്നത്, ഇതൊക്കെ കിട്ടി. അപ്പം പറഞ്ഞു ഈ ഒരു ജേണി എന്ന് പറയുന്നതിൽ കുറച്ച് ലോങ് ജേണി ആയിരുന്നു. സിനിമയിൽ എത്താനൊക്കെ പറഞ്ഞ പോലെ 2015 ജോലി കളഞ്ഞ് 2024 പ്രേമലു എനിക്ക് കിട്ടിയത്. അത് ഇച്ചിരി ലോങ് ആയിരുന്നെങ്കിൽ പോലും ഹാപ്പിയാണ്. കാരണം എല്ലാം ഏതെങ്കിലുമൊക്കെ രീതിയിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ നമ്മുടെ ബത്ലഹേമിൽ ക്ലൈമാക്സിൽ ഈ പരിപാടി ഹെൽപ്പ് ചെയ്തത് വേറൊരു പടത്തിൽ ഞാൻ ചെയ്ത ഒരു ട്രെയിനിങ് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം എന്തെങ്കിലും രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ജേണിയിൽ ഒന്നും വേസ്റ്റ് ആയിട്ടില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തോന്നിയിട്ടുള്ള മൊമെന്റ് ഏതാ? ലൈക്ക് ലൈഫിലാണോ അതോ അതായത് ശ്യാം എടുത്തൊരു തീരുമാനത്തിൽ? ഇത് തന്നെയാണ് സിനിമ. ഞാനെടുത്ത തീരുമാനമല്ല, സിനിമ എടുത്ത തീരുമാനമാണ് എന്നെ വേണം എന്നുള്ളത്. ബട്ട് ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഇതിലോട്ട് വരാം എന്നുള്ളൊരു തീരുമാനം എനിക്ക് തോന്നുന്നു ഭയങ്കര. കാരണം ഇപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഫ്രണ്ട്സൊക്കെ അവർ ഭയങ്കര പ്രൗഡാണ്.
രാജമൗലി ഇവൻ്റൊക്കെ നടന്നതിന് ശേഷം എൻ്റെ കൂടെ ബോംബെയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ ബോംബെയിൽ. കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ ക്ലോസ് ആയിട്ടുള്ള. അവരൊക്കെ ഭയങ്കര പ്രൗഡായിരുന്നു. കാരണം അവരുടെ ഞങ്ങൾ അന്നേ പറഞ്ഞാണ് നിന്നോട് നീ മറ്റേ ഇങ്ങനത്തെ പരിപാടികൾ ഉണ്ടായിരുന്നു അങ്ങനെ ഇടയ്ക്ക് ആൾക്കാർ ഇപ്പൊ എല്ലാ കൂട്ടത്തിലും കാണുമല്ലോ ആൾക്കാരെ എന്താ പറയുക എൻജോയ് ചെയ്യിപ്പിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഞാനതായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഷിഫ്റ്റ് വൈസ് ആയിരുന്നു ഞങ്ങളുടെ ഇതെന്ന് പറയുന്നത്. അപ്പം മോർണിംഗ് ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ്, ഈവനിങ് ഷിഫ്റ്റ് അങ്ങനെയാണ്. ഇവരെല്ലാവരും എന്നെ ഷിഫ്റ്റിലോട്ട് ചോദിക്കും, ശ്യാമിന് ഞങ്ങളുടെ ഷിഫ്റ്റ് കിട്ടാം. കാരണം ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും വളിപ്പൊക്കെ അടിച്ച് ഇവരെ ചിരിപ്പിച്ച് അങ്ങനത്തെ പരിപാടിയാണ്. അപ്പോൾ ഇവർ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. കാരണം നൈറ്റൊക്കെയാണ് വർക്ക് കുറച്ച് ടയറിങ് ആണെങ്കിലും ഞാൻ ആ സൈഡിലിരുന്ന് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാ ഗ്യാങ്ങിലും ഞാൻ ഉണ്ടായിരുന്നു. കാരണം അവിടെ കുറച്ച് പല പല ഗ്യാങ്ങുകളുണ്ടായിരുന്നു, പല പല ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. എല്ലാ ഗ്രൂപ്പിലും ഞാൻ കോമൺ ആണ്. അപ്പോൾ അത് കാരണം ഇവർക്കൊക്കെ എന്നോടൊരു, കാരണം എനിക്ക് ഭയങ്കര യാത്രയപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത ദിവസം അവരുടെ ചരിത്രത്തിലില്ലാത്ത യാത്രയപ്പോൾ എന്നാണ് എന്നോട് മറ്റേ അവിടുത്തെ ഒരു CEO എന്ന് പറഞ്ഞു, ബ്രോ ഇങ്ങനെ ഞങ്ങൾ കണ്ടിട്ടില്ല. കാരണം ഭയങ്കര എല്ലാവരും മറ്റേ പോവുകയാണല്ലോ എന്നുള്ള സാധനം ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ ഇപ്പോൾ ഭയങ്കര പ്രൗഡാണ് ഇതൊക്കെ കാണുമ്പോൾ. പടങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രേമലു പിന്നെ ഓഫ്കോഴ്സ് ഒരുവിധം ഹിന്ദിക്കാർ പോലും കണ്ടിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഈയിടയ്ക്ക് ബോംബെയിൽ പോയ സമയത്ത് ഒരു ചെറിയൊരു കടയിൽ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഞാനും വൈഫ് ഇങ്ങനെ വാങ്ങും, മറ്റേ കുഞ്ഞു കുഞ്ഞ് അലങ്കാര വസ്തുക്കൾ. അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഒരു പയ്യൻ ഇങ്ങനെ വന്ന് നോക്കിയിട്ട് അവൻ ഫോണൊക്കെ എടുത്ത് ഹിന്ദിക്കാരൻ പേന നോക്കിയിട്ട് പ്രേമലു മേ ഹോക്കിയാ എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചു. ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. ഇപ്പം നമ്മൾ നോർത്ത് ഇന്ത്യ പോകുമ്പോൾ പോലും എവിടെയോ കണ്ട ഒരാളാണോ എന്ന് പെട്ടെന്ന് കിട്ടുന്നുണ്ടാവില്ല. ലുക്ക് കുറച്ച് ചേഞ്ച് ആണല്ലോ. പക്ഷെ എന്നാലും അവർക്ക് പ്രേമലു എല്ലാവർക്കും അറിയാം, ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ട്. നാട്ടിലത്തെ ക്ഷാമോ? നാട്ടില് ഇപ്പൊ പിന്നെ കുറച്ച് നാടുമായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു ബോംബെയിലൊക്കെ പോയതിനു ശേഷം ഒരു ഗ്യാപ്പ് വന്നല്ലോ. അപ്പൊ അതുവരെ നാട്ടില് ജനസമ്മതനായിരുന്നു തോന്നുന്നു അവിടെ. കാരണം അവിടുത്തെ ഉത്സവം വരുമ്പോൾ സ്ഥിരമായിട്ട് സ്റ്റേജിൽ മിമിക്രി ഒക്കെ ചെയ്തിരുന്ന പയ്യൻ എന്നുള്ള രീതിയിൽ ഇവർക്കൊക്കെ ഭയങ്കര കാര്യമായിരുന്നു. നമ്മുടെ പയ്യനാണല്ലോ എന്നുള്ള രീതിയിൽ. അപ്പം പ്രേമലു ഇറങ്ങിയപ്പോൾ അവരവിടെ വെച്ച പോലെ ബോർഡൊക്കെ വെച്ച് നമ്മുടെ നാട്ടിന്റെ അഭിമാനമായ അങ്ങനെയൊക്കെ ശ്യാം മോഹൻ എന്നൊക്കെയാണ് അവർ പേരൊക്കെ തെറ്റിച്ചൊക്കെ. എന്നാലും ആ ഒരു സ്നേഹത്തിന്റെ പുറത്ത് അവർ ചെയ്തായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് പോകുമ്പോൾ ആൾക്കാരൊക്കെ വന്നിങ്ങനെ സംസാരിക്കും. നമ്മുടെ അവിടുത്തെ പഴയ ഫ്രണ്ട്സൊക്കെ, അപ്പോൾ അവർക്കൊക്കെ മക്കളൊക്കെ ആയി. അപ്പോൾ അവരുടെ എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ മോന് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ് മെസ്സേജൊക്കെ അയക്കാറുണ്ട്. സന്തോഷം. അതെ അതെ. അപ്പം ഇപ്പം കൊച്ചിയിൽ ഞാനൊരു 10 വർഷമായിട്ട്, ഓൾമോസ്റ്റ് 10 വർഷമായി കൊച്ചിയിൽ. എങ്കിലും നാടിന്റെ ഒരു ഓർമ്മ പറയുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക ഏറ്റവും കൂടുതൽ മെമ്മറബിൾ ആയിട്ടുള്ളൊരു സംഭവം? നാട്ടിൽ പഠിച്ചത് വളർന്നതൊക്കെ നാട്ടിൽ തന്നെയാണ്. ഓർമ്മകളൊക്കെ തന്നെയാണ് ഉള്ളത്. ഇപ്പം അവിടുത്തെ പഴയ ഫ്രണ്ട്സുമായിട്ടൊന്നും അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സുമായിട്ട് കോണ്ടാക്റ്റിലില്ല. എല്ലാവരും പല വഴിക്ക് പോയി, പിന്നെ ടച്ച് വിട്ടുപോയി. ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ ഫ്രണ്ട്സിനെ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളായിരുന്നു. പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന അത്ര ഇമ്പോർട്ടൻസ് നമുക്ക് തരുന്നില്ല എന്ന് തോന്നി തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ ആ പരിപാടി നിർത്തി. പോയി ഇപ്പം ഞാൻ ബോംബെയിലായിരുന്ന സമയത്ത് നാട്ടിൽ എപ്പോഴും ട്രിവാൻഡ്രത്ത് പോയാലും ഇവരൊക്കെ ഞാൻ വിളിക്കും, മെസ്സേജ് എടാ ഞാൻ എത്തിയിട്ടുണ്ട്. പിന്നെ ഇവരങ്ങോട്ട് ഓക്കേടാ എന്നുള്ളൊരു മൈൻഡായപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് നിർത്തി. പ്രത്യേകിച്ച് ഒരു കോവിഡ് സമയത്തൊക്കെ ആണല്ലോ നമ്മുടെ മൊത്തം ആൾക്കാരുടെ ഒരു മെൻറ്റാലിറ്റി മാറി. ആ സമയത്തൊക്കെ ഞാനിങ്ങനെ ഒരുപാട് ഒബ്സർവ് ചെയ്തു ആരൊക്കെയാണ് പ്രോപ്പറായിട്ട് നമ്മളെ പറ്റി അന്വേഷിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കുന്ന പോലെ നമ്മളെ പറ്റി കൺസേൺ ആയിട്ടുള്ളതെന്നൊക്കെ മനസ്സിലായി. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരു സർക്കിൾ ഭയങ്കര ചെറുതാണ്. ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് എൻ്റെ വൈഫ് തന്നെയാണ്. ബാക്കി വളരെ വിരലുണ്ടാവുന്ന ഫ്രണ്ട്സേ ഉള്ളൂ. പക്ഷെ അത് ഭയങ്കര സമാധാനമാണ്. മറ്റേ നമ്മളിങ്ങനെ ഇവനെന്താ എന്നോടും സംസാരിക്കാത്ത മെസ്സേജ് അയക്കാത്ത എന്താന്നൊക്കെ പറഞ്ഞ ആവശ്യമില്ലാണ്ട് ടെൻഷൻ അടിക്കുമായിരുന്നു. അങ്ങനത്തെ ഓവർ തിങ്കിങ്ങോ അങ്ങനെ സംഭവങ്ങളുണ്ടോ ഈ പറഞ്ഞ പോലെ? ഇപ്പം ഇല്ല, ഉണ്ടായിരുന്നു ഒരുപാട്. ഞാൻ പറഞ്ഞു കുറേ കാലം മുമ്പ് ഞാൻ ഭയങ്കര പീപ്പിൾസ് പേഴ്സൺ ആയിരുന്നു. പീപ്പിൾ പ്ലീസിങ് ആയിരുന്നു എൻ്റെ മെയിൻ. കാരണം ബാക്കിയുള്ളവർ അവനെ ഹാപ്പിയാക്കുക, ഇവരെ ഹാപ്പിയാക്കുക എന്നുള്ളൊരു പരിപാടി. പിന്നെ മനസ്സിലായി എന്തിനാണ് ഞാൻ എൻ്റെ ഹാപ്പിനെസ് നോക്കിയിരിക്കുന്നതിനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലായി. ഇപ്പം സമാധാനമുണ്ട്. അതാണ് വേണ്ടത്. ഇപ്പം വൈഫാണ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞു. വൈഫ് ഈ പറഞ്ഞ പോലെ പാട്ടിലൂടെ കൂട്ടായതാണ്. വൈഫാണ് ഏറ്റവും വലിയ ക്രിട്ടിക് എന്ന് പറഞ്ഞു. പുള്ളിക്കാരിയുടെ സപ്പോർട്ട് എങ്ങനെയാ പറയാൻ പറ്റുക? ഭയങ്കര സപ്പോർട്ടാണ് പുള്ളിക്കാരി. ഇപ്പോൾ ഷൂട്ടാണെങ്കിൽ തന്നെ ഞാൻ തെലുങ്കിൽ പോയി ചെയ്തെന്ന് പറഞ്ഞത്, തെലുങ്കിൽ ചെയ്തേക്കുന്ന ഒരു ഫിലിം കഴിഞ്ഞിട്ടില്ല, ഒരു ഫിലിം കഴിഞ്ഞു. രണ്ടും ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പം നമുക്കിങ്ങനെ ഒന്നും ചെയ്ത് ശീലമല്ലോ ഇത്രയും ഇൻറ്റൻസിറ്റി. ഇവിടെ നമ്മൾ കോമഡിയൊക്കെ ചെയ്ത് നടന്നിട്ട്. അപ്പോൾ ആദ്യത്തെ ഒരു സിനിമ ചെയ്തുകൊണ്ടിരുന്ന ഒരു പോയിന്റ് കഴിഞ്ഞ് എനിക്ക് ഭയങ്കരമായിട്ട് ഞാനൊരു വേറൊരു സോണിലോട്ടങ്ങ് പോയി. എന്നുവെച്ചാൽ സംസാരമൊക്കെ കുറഞ്ഞിട്ട് റൂമിൽ വന്നിങ്ങനെ ഇരിക്കുക, അങ്ങനത്തെ പരിപാടി. അപ്പം അങ്ങനെ ഫസ്റ്റ് പടം ഇങ്ങനെ ഷൂട്ട് ആണെന്നൊരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളിക്കാരി ഇങ്ങനെ പതുക്കെ വിളിച്ച് ഫ്രൈഡേ ഒന്ന് ലീവ് എടുത്തിട്ട് ഇങ്ങോട്ട് വരാമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെയുള്ളൊരു സപ്പോർട്ടാണ്. കാരണം ഇതാണെങ്കിലും നമ്മുടെ ബെത്ലഹേം ആണെങ്കിലും ക്ലൈമാക്സ് സീന് കുറച്ച് ടയറിങ് ആയിരുന്നു. അത്യാവശ്യം എനിക്ക് ഇഞ്ചുറിയൊക്കെ പറ്റി, കുറച്ച് പരിപാടികളൊക്കെ കിട്ടി. അപ്പം എനിക്ക് പേടിയുള്ള ഒരുപാട് സംഭവങ്ങൾ അതിൽ ചെയ്തു. ഞാൻ ഈ പൊക്കത്തിൽ കെട്ടിത്തൂക്കുക, ചാടുക, അങ്ങനത്തെ കുറേ പരിപാടികൾ ചെയ്തു. അപ്പോൾ കുട്ടിക്കാലത്തൊക്കെ നമുക്ക് ചില പേടികളുണ്ടാവും, അത് പെട്ടെന്ന് ബ്രേക്ക് ആവില്ല. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഞാനിങ്ങനെ പുള്ളിക്കാരെ വിളിച്ചിട്ട് ശനിയാഴ്ച ഫ്രീ ആണ് നിങ്ങളുടെ വരുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സപ്പോർട്ടാണ് നമുക്ക് കുറച്ചൊന്ന് കയ്യിൽ നിന്ന് പോകുന്ന തോന്നുന്ന സമയത്ത്
ഞങ്ങൾ വീട്ടിലാണെങ്കിലും 2 കുട്ടികളെ പോലെയാണ്. വീട്ടിൽ വരുന്നവർക്ക് നോക്കുമ്പോൾ കുറേ പാവകൾ അവിടെ ഇരിക്കുന്നു, കുറേ ഓട്ടോറിക്ഷ അവിടെ ഇരിക്കുന്നു, കിറ്റി അവിടെ ഇരിക്കുന്നു. അങ്ങനത്തെ ഒരു മൂഡിലാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹാപ്പിനെസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞങ്ങൾ. അപ്പം ഈ ഒരു സന്തോഷം ഉണ്ടല്ലോ, ബദ്ലഹേം നൽകിയ ഒരു സന്തോഷം. ഇനി ചിത്രങ്ങൾ വരാണ്ട്, അതിന് മുമ്പ് തെലുങ്ക് ചിത്രത്തിന്റെ വിശേഷങ്ങളും കൂടി. അതെ, തെലുങ്ക് ഇപ്പം റിലീസ് ആവാൻ പോകുന്ന ആദ്യത്തെ സിനിമ തക്ഷക്കുടു എന്ന് പറഞ്ഞിട്ടൊരു സിനിമയാണ്. വിനോദ് എന്ന് പറയുന്ന ഡയറക്ടറാണ്. പുള്ളി നേരത്തെ മിഡിൽ ക്ലാസ് മെലഡീസ് എന്നൊരു ഫിലിം ചെയ്തിട്ടുണ്ട്. ആനന്ദാണ് ഹീറോ. നമ്മുടെ ആനന്ദ് ദേവരക്കൊണ്ട, വിജയ് ദേവരക്കൊണ്ടയുടെ അനിയനാണ്. ഇതിലും ആനന്ദാണ് ഹീറോ. പിന്നെ നിതാൻഷി ഗോയലുണ്ട്, നമ്മുടെ ലാപ്പത്ത ലേഡീസിലെ ഫൂൽ എന്നുള്ള ക്യാരക്ടർ ചെയ്ത നിതാൻഷിയാണ് നായിക. അത്യാവശ്യം ഒരു നല്ല പടമാണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇന്റൻസ് ക്യാരക്ടറാന്ന് പറഞ്ഞു. എങ്ങനെ വില്ലനിസ് ആണോ? ഒരു ഗ്രേ ഷെയ്ഡ് ഉണ്ട് ക്യാരക്ടറിന്. എന്നാൽ അതിൽ വേറെ കുറേ ഏരിയാസ് ഉണ്ട്. വെറുതെ ഒരു മറ്റേ ടിപ്പിക്കൽ വില്ലൻ അല്ല. വില്ലൻ എന്ന് വിളിക്കാൻ പറ്റില്ല ആക്ച്വലി. ഇയാളാണ് വില്ലൻ എന്ന് പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഞാൻ ഏറ്റവും കഷ്ടപ്പെട്ട് ചെയ്തൊരു സിനിമയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. അത്രയും സാറ്റിസ്ഫാക്ഷനും ഉള്ളൊരു സിനിമയായിരുന്നു. എനിക്ക് അങ്ങനെ ഈ 3 ഡയറക്ടേഴ്സും എനിക്ക്, ഗിരീഷ് കഴിഞ്ഞിട്ട് ഏറ്റവും ഇഷ്ടമുള്ള കൂടെ വർക്ക് ചെയ്ത ഡയറക്ടേഴ്സ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്വരൂപ് എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ പടം ഞാൻ ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ പുള്ളിയാണ് എന്നെ ഈ പടത്തിലേക്ക് സജസ്റ്റ് ചെയ്തത്, ഈ വിനോദിൻ്റെ പടത്തിലേക്ക്. അത് ഭയങ്കര ഒരു ഡിസിഷനാണ്. കാരണം ആ ക്യാരക്ടർ തെലുങ്കിലെ വലിയൊരു പോപ്പുലറായിട്ടുള്ള ഒരാൾ ചെയ്യേണ്ടിയിരുന്നൊരു ക്യാരക്ടറാണ്. പുള്ളി വെച്ച് ഫോട്ടോഷൂട്ട് ഉൾപ്പെടെ നടത്തിയതിന് ശേഷം പുള്ളിക്ക് എന്തോ ഡേറ്റിൻ്റെ ഇഷ്യൂസ് വന്നപ്പോൾ ഇനി ആരും എന്ന ചോദ്യത്തിന് എവിടെ നിന്നോ റാൻഡംലി എൻ്റെ പേര് വന്നു. അത് എങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അൾട്ടിമേറ്റ്ലി ഏതെങ്കിലും വലിയൊരു ആക്ടറിലോട്ട് പോകേണ്ട ഒരു പരിപാടിയാണ്. അപ്പം സ്വരൂപാണ് സജസ്റ്റ് ചെയ്തത്, എൻ്റെ പടത്തിൽ പുള്ളി ചെയ്തിട്ടുണ്ട് കൊള്ളാം എന്നുള്ള രീതിയിൽ. അങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഷൂട്ടപ്പോൾ കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഇനി ചെറിയ പാച്ച് പരിപാടികളേ ഉള്ളൂ. ഒരു ദീപാവലി റിലീസാണ് ഏറെക്കുറെ ഉദ്ദേശിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ഒറിജിനലാണ്, നെറ്റ്ഫ്ലിക്സിലാണ് വരുന്നത്. ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് ഇപ്പോൾ കാത്തിരിക്കുന്നത് അത് വരാൻ വേണ്ടിയിട്ടാണ്. 3 ലൈനപ്പാണുള്ളത് ഇപ്പം തെലുങ്കിൽ 2 ആണുള്ളത്. ഒരെണ്ണം ഷൂട്ട് കഴിഞ്ഞ് ഒരെണ്ണം നടക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ട്. അത് ഒന്നും വന്നിട്ടില്ല. ഇപ്പൊ ഈ നേരത്തെ ഉഗ്രരൂപം പരിപാടികൾ പറഞ്ഞില്ലേ, അത് വരാൻ എന്നൊക്കെയായിരിക്കും? അത് കുറച്ച് സമയം എടുക്കാൻ സാധ്യതയുണ്ട്. അതൊരു ഓൾമോസ്റ്റ് നമ്മളൊരു 60-70% ഷൂട്ട് കഴിഞ്ഞു. കുറച്ച് ടെക്നിക്കൽ പ്രശ്നങ്ങൾ കാരണം അതിപ്പോൾ ഇടയ്ക്കുന്ന ഡിലേ വന്നതാണ്. അത് മിക്കവാറും മോസ്റ്റ്ലി നെക്സ്റ്റ് ഇയർ ആയിരിക്കാം വരുന്നത്. ഈ ലാംഗ്വേജ് പ്രശ്നം ഉണ്ടായിരുന്നോ? ആദ്യം പറഞ്ഞ പടത്തിൽ ഞാൻ മലയാളി ക്യാരക്ടറായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ തക്ഷക്കുടുവിൽ ഞാൻ തെലുഗു ക്യാരക്ടറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം വിനോദ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു, ഡയറക്ടർ. പുള്ളി തന്നെ ഡയലോഗ്സ് ഫുള്ള് പറഞ്ഞ് എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്ത് അയച്ചു തരും. അപ്പോൾ ഞാനത് മലയാളത്തിൽ എഴുതിയെടുത്ത് കാണാതെ പഠിച്ച് എൻ്റെ ഡിക്റ്റേഷൻ പ്രൊനൗൺസിയേഷൻ പരിപാടികളും ഫീൽ എങ്ങനെയാണ് വാക്ക്, പക്ഷെ കുറേയൊക്കെ സിമിലർ ആണ് മലയാളം പോലെ. വാക്കിൻ്റെ ഒരു സ്ട്രക്ചറൽ ഇത് പലപ്പോഴും സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജുകളെല്ലാം ഏറെക്കുറെ മലയാളം തമിഴ് എല്ലാത്തിലും സ്ട്രക്ചർ വൈസ് എവിടെ സ്ട്രെസ് കൊടുക്കണം എന്നുള്ളതൊക്കെ ഏറെക്കുറെ സെയിം ആണ്. പക്ഷെ ഇതിൽ അത്യാവശ്യം വലിയ മോണോലോഗ് ഉള്ള ഒരു പരിപാടിയാണ്. ഫുള്ള് കാണാൻ പഠിച്ച് ആ ഡിക്ഷനൊക്കെ നോക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഡബ് ചെയ്യുമ്പോൾ അറിയാം. അത് പുള്ളി എന്നോട് പറഞ്ഞു, ബ്രോ എന്നെ ഡബ് ചെയ്താൽ മതി, വേറെ ആൾക്കാരെ വെച്ച് നോക്കിയിട്ട് അങ്ങോട്ട് ഫീല് കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണത്. അപ്പൊ എന്തായാലും അതും അടിപൊളിയായിട്ട് വരട്ടെ. ഈ പറഞ്ഞപ്പോ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കാണാനോ അല്ലെങ്കിൽ എന്താണെന്ന് അറിയാനൊരു ആകാംക്ഷയുണ്ട്. കാരണം ശ്യാം ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു പരിപാടിയല്ല എന്ന് പറഞ്ഞു, അതിൽ നിന്ന് തന്നെ വേറെ തന്നെ സംഭവമാണ്. അപ്പൊ നമുക്ക് കാണാൻ ഞങ്ങളും എക്സൈറ്റഡ് ആണ്. ഈ ബദ്ലഹേമിന്റെ ഒരു ഹാങ് ഓവർ ഇരിക്കുകയാണല്ലോ, ആ ഹാങ് ഓവർ കുറച്ച് കാലം കൂടെ എന്തായാലും ഉണ്ടാവും. ഇത് OTT വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടെ അതുണ്ടാവും. ഇപ്പൊ നേരത്തെ ആദ്യമാണ് പിള്ളേരുടെ ഫേവറേറ്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മുടെ ഹരി ചാക്യാറും ഇനി അടുത്തത് കുട്ടികളുടെ ലിസ്റ്റിലേക്ക്, കുട്ടികളുടെ മാത്രമല്ല കേട്ടോ, പക്ഷേ ലിസ്റ്റിലേക്ക് എത്തട്ടെ. ഹരി എനിക്കൊന്ന് കുറച്ച് ചില പിള്ളേരൊക്കെ പേടിക്കുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു അവിടെ കൊച്ചു നിന്നെ കണ്ടപ്പോൾ തന്നെ കരയാൻ തുടങ്ങി. പക്ഷേ കുറേ ആൾക്കാർ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ്, കുറേ അല്ല ആൾക്കാർ നല്ലതായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പെർഫോമൻസ് കൊള്ളാമല്ലോ ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ അതെ, അതുകൊണ്ടായിരിക്കാം മേ ബി എന്നിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം ഞാനിങ്ങനെ ഭയങ്കര ആ ഒരു ക്യാരക്ടർ ഈ ലെവലിൽ. അതെ അതെ അതെ, ക്യാരക്ടറും ശരിയാ, ക്യാരക്ടർ അതാരോ എന്നോട് മെസ്സേജ് അയച്ച് പറഞ്ഞിരുന്നു. ആ ക്യാരക്ടർ ആദ്യം വന്നപ്പോൾ ഭയങ്കരമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തോക്കെ അടിയാൻ മറ്റേ സ്ഥിരം പരിപാടിയായിരിക്കാം. പൊട്ടം കളിച്ചിട്ട് മീൻസ് അങ്ങനെ വില്ലനിസം കാണിക്കുമല്ലോ, അതായത് വിറപ്പിക്കുന്നൊക്കെ സംഭവം കണ്ടു. അതൊന്നും അല്ലാന്നാണല്ലോ അതിൽ കാണിക്കുന്നത്. പക്ഷെ അതല്ലാന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഉറപ്പാണ് ആ ക്യാരക്ടറാണ് ഇനി ആൾക്കാരെ ഏറ്റെടുക്കാൻ പോകുന്നത്. അപ്പൊ ഇനി നമ്മളിനി അടുത്തത് കാണാൻ പോകുന്നത് തെലുഗു പടത്തിന്റെ ആ ഒരു സക്സസിന്റെ സമയത്തായിരിക്കും. അപ്പം അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അപ്പൊ ഇനി ഈ ഒരു പേരുണ്ടല്ലോ, ശ്യാം ആഗ്രഹിച്ച പോലെ ഇനി നിതിൻ കടന്ന് നമ്മൾക്ക് ഹിന്ദിയൊക്കെ ഈസി ആണല്ലോ. അല്ലെ, ഹിന്ദി ബോംബെയിൽ 5 കൊല്ലം ഉണ്ടായിരുന്നു. അല്ല ഹിന്ദി ഒക്കെ സംസാരിക്കുന്നത് അവിടെ പടം വരും. വരട്ടെ. കാത്തിരിക്കാം. താങ്ക് യു സോ മച്ച്.